ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡാമിലി ഫൈറ്റാട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഡാമിലി വ്ളോഗാണ്. ലോങ് വീഡിയോ ഫസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 5 മണിക്കൊക്കെ ആയിട്ടാണ് എണീച്ചത്, 5:20 ആയിട്ട് എണീച്ചത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സൂം ഉണ്ടായിരുന്നു. അപ്പോൾ സൂമൊക്കെ ഉണ്ടതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നമ്മുടെ ചെടികളൊക്കെ നോക്കിയാണ് എൻ്റെ മെയിൻ ഹോബി. അപ്പം നല്ല ഭംഗിയുണ്ട്, കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ലീഫൊക്കെ ഉണ്ടാവല്ലോ, അതിലിങ്ങനെ വന്നിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, മഴത്തുള്ളി. ഇന്നലെയൊക്കെ മഴയായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളത്തുള്ളിലേക്ക് എന്നെ കയ്യിലോട്ടാക്കി കളിക്കലായിരുന്നു എൻ്റെ മെയിൻ പണി. പിന്നെ നല്ലപോലെ തന്നെ നല്ല ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, അത്യാവശ്യം നല്ലപോലെ തണുപ്പും കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ള നല്ല വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ നല്ല കാറ്റാണ്, അതിൻ്റെ കേട്ടോ ഈ ഒരു സൗണ്ട് ഉണ്ട്. അതാണ് ആ സൗണ്ട് വരാൻ കാരണം, നല്ലപോലെ കാറ്റുണ്ട്. പിന്നെ കുറച്ച് കുറേ ലീഫിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു, പിന്നെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം പുറത്തൊക്കെ നിന്നു. പിന്നെ അതിനുശേഷം ഞാൻ വന്നപ്പോഴാണ് കാണുന്നത് നമ്മുടെ സൈക്കിളിൻ്റെ കുട്ടിയിൽ ഇന്നലെ മദ്രസയിലേക്ക് പോകുമ്പോൾ ബാഗ് വെച്ചിട്ട് പിന്നെ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ബാഗിൻ്റെ കോലം ഇങ്ങനെയായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാഗൊക്കെ നനഞ്ഞു, മഴയ്ക്കായിരുന്നല്ലോ, നല്ലപോലെ നനഞ്ഞ് കുതിർന്നിരിക്കുന്നു ബാഗ്. അങ്ങനെ നമ്മുടെ ബാഗൊക്കെ എടുത്ത് അകത്തൊക്കെ കൊണ്ടുവയ്ക്കലാണ് എൻ്റെ പണി. പിന്നെ അകത്ത് കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ട് ഇതുപോലെ ഓരോ ചെടിയുടെ തുമ്പത്ത് ഇങ്ങനെ വെള്ളം നിൽക്കുമല്ലോ, എന്താ പറയുക, ലീഫിൻ്റെ തുമ്പത്ത്, അതിങ്ങനെ കയ്യിലേക്ക് കളിക്കായിരുന്നു എൻ്റെ പണി. അങ്ങനെ കുറേ നേരം ഞാൻ പുറത്ത് തന്നെയാണ് നടന്നത്, കാരണം നല്ല ഇപ്പോൾ ഒരു അധികം എന്താ പറയുക ടൈമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പും പിന്നെ കുറേ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ കളിച്ചു. പിന്നെ ഞാൻ വേറൊരു ഈ ഒരു ലീഫും കണ്ടോ, നല്ല ഭംഗിയുള്ള തുള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല രസത്തിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ വീഡിയോയിലായാലും കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു എൻ്റെ അപ്പോഴത്തെ പണി. അതുപോലെ ഈ ഒരു യെല്ലോ കളർ ഫ്ലവറും വീണിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഇങ്ങനത്തെ ഫ്ലവറൊക്കെ വിരിഞ്ഞ് നിൽക്കണ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലവേഴ്സും എല്ലാ പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു, പിന്നെ ഫ്രഷപ്പായി, അതിനുശേഷം ലഞ്ച് കഴിച്ചു, അതൊക്കെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ക്യൂട്ട് ബണ്ണിയാണ്, ബണ്ണിനെ തോന്നുന്നു, അറിയത്തില്ല, ബണ്ണിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, ക്ലേ വെച്ചിട്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടൊന്നും എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഒരു റെയിൻബോ വന്നിട്ടുള്ള ഒരു വീടൊക്കെ ആയിട്ടുള്ള സംഭവം, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടാബിൽ ഡെക്കോറായിട്ട് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് ഇതും. അങ്ങനെ ഇതൊക്കെ അവിടെ വെച്ചു. ഇങ്ങനെയാണ് നമ്മൾ ടേബിളൊക്കെ ഞാൻ ഡെക്കോർ ചെയ്തൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേബിളിലെ എന്താ പറയുക രീതിയൊക്കെ ഒന്ന് മൊത്തം ചേഞ്ച് ചെയ്യും. ഇത് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയൊക്കെ വെക്കും കേട്ടോ, ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനെ 2 അവക്കാഡോയും ഫ്ലവറും ഞാൻ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണൊക്കെ. പിന്നെ ഇതാണ്ടോ ഈ ഒരു പ്ലാന്റ്, മണി പ്ലാന്റിൻ്റെ മുകളിലായിട്ട് ഒരു വെള്ള ആപ്പിൾ ഇങ്ങനെ നിൽക്കും, നല്ല രസമാണ്. പിന്നെ നമ്മളൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, കുറേ ദിവസമായി നമ്മളിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ട് ഇന്നാണ് നമ്മുടെ സംഭവം കയ്യിലെത്തുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു പാക്കറ്റൊക്കെ അയച്ച് ഞാൻ ചപ്പിളി ആയിട്ടുണ്ടായിരുന്നത്, പിന്നെ വേറെ പാക്കറ്റൊക്കെ കവറാക്കിയിട്ട് എടുത്തു വെച്ചു. പിന്നെ എന്താ നമ്മുടെ പബ്ലിക് ഉണ്ടായിരുന്നു, പുതിയ പബ്ലിക്, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് വെക്കാണ്ടായിരുന്നു, ഇതൊക്കെ ഒന്ന് വെച്ചു. പിന്നെ നമ്മൾക്കൊരു കോഫിയൊക്കെ കുടിച്ചാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയിൽ കുടിക്കുന്നതാണ് ഈ കോഫി. അപ്പോൾ ഒരു ക്ലാസ് എടുത്തു. ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു സംഭവം, അപ്പോൾ അത് വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് വെക്കുന്നത്, കോഫി ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ കുറച്ച് കോഫി പൗഡർ ഇട്ടു ആൻഡ് ചൂടുവെള്ളം ഒഴിച്ചു. പിന്നെ ഷുഗർ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷുഗർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർമ്മ വന്നു ഷുഗർ ഇടണമല്ലോ എന്നുള്ളത്. അങ്ങനെ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്തു, നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിതുപോലെ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് ഇതിങ്ങനെ കറക്കി ഫ്ലഫിയായി വരുമ്പോൾ നല്ല രസമാണ്. പിന്നെ ടേബിളിലൊക്കെ വന്നിട്ട് കുടിക്കാൻ അടിപൊളി വൈബാണ്.
ഇത് ഞാൻ നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണുമല്ലോ, അങ്ങനെ നല്ല ഇഷ്ടമാണ് എനിക്കിത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മുടെ മിൽക്ക് ബീറ്റ് ചെയ്യുന്നുണ്ട്. മിൽക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പതഞ്ഞ് വരുമല്ലോ, അപ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മിൽക്ക് ഉണ്ടല്ലോ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് നമുക്ക് ആ ഒരു കോഫിയുടെ ബാറ്റിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾ രണ്ടാമതും ബീറ്റ് ചെയ്താൽ മതി. ഇത് ഒഴിക്കുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ ആ ഒരു കോഫീൻ്റെ ബാറ്ററിക്ക് ഒഴിക്കുമ്പോൾ നല്ല രസമാട്ടോ, ഇങ്ങനെ അതിങ്ങനെ പൊന്തി വരുന്നതാണാനായിട്ട്. പിന്നെ നമുക്കത് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. കാരണം എല്ലാ ഷുഗറായാലും മിൽക്കായാലും കോഫി പൗഡറൊക്കെ നന്നായി മിക്സ് ആവാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ടേബിളിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടേബിളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ. പിന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടും. അങ്ങനെ തന്നെ കോഫിയൊക്കെ ഉണ്ടാക്കി നന്നായി പതപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടാവും, പതപ്പിച്ചെടുത്ത ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ നന്നായി പതപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ടേബിളിൽ കൊണ്ടുവച്ചു കുടിച്ചു. നല്ല അടിപൊളി ടേസ്റ്റുള്ള കോഫി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡിന്നർ കഴിച്ചപ്പോൾ ഡിന്നറിൽ നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്നത് ടേസ്റ്റിയുള്ള പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.